നമുക്ക് പോവാം. ബാബാ വാ. ഷാജി വല്ല കള്ളക്കേസും കൊടുത്തേക്കണം. സേതുമാധവനല്ലേ? അതെ. സോറി, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും. എന്തിന്? നിങ്ങൾക്ക് തന്നെ അറിയാം എന്തിനാണ്. എനിക്കറിയില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ആ വഞ്ചിപ്പുരയിലായിരുന്നു താമസം? അതെ. ഇന്നലെ രാത്രി അവിടെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന കുട്ടമ്പിള്ളയെ കുത്തിക്കൊന്നത് നിങ്ങളല്ലേ? അയാളുടെ ശവം നിങ്ങൾ കടലിലെറിഞ്ഞു. അയാളുടെ ഭാണ്ഡവും വഴിയും എടുത്ത് കളയാനോ രക്തം വരണ്ട മണ്ണുവാരി കളയാനോ ഉള്ള ബുദ്ധി നിങ്ങൾ കാണിച്ചിട്ടുമില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. സാർ, ചേട്ടൻ കുത്തിക്കൊന്നിട്ടില്ല സാർ. ഇന്നലെ രാത്രി ചേട്ടൻ ഇവിടെ കിടന്നത് സാർ. സാർ, അമ്മേ, മോളമ്മേ, എന്റെ ചേട്ടനെ കൊണ്ടുപോകുന്നമ്മേ. അപ്പോൾ നീ കുറ്റം സമ്മതിക്കില്ല അല്ലേ? ചെയ്യാത്ത കുറ്റം എങ്ങനെ സമ്മതിക്കാനാ? നീ പലരോടും പറഞ്ഞു നടന്നിട്ടില്ലേ ഷാജിയെയും ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയെയും കൊല്ലുമെന്ന്? പറഞ്ഞിട്ടുണ്ട്. ഷാജിയെ കൊല്ലാൻ ഒരു ദിവസം നീ കത്തിയുമായി അയാളുടെ ബംഗ്ലാവിൽ ഓടിച്ചെന്നില്ലേ? ശരിയാ. മൊയ്തുവിന്റെ ചായക്കടയിൽ കുട്ടമ്പിള്ളയും കോൺസ്റ്റബിൾ നാരായണനും കൂടി വന്നപ്പോൾ നീ കുട്ടമ്പിള്ളയെ കൊല്ലുമെന്ന് അയാളോട് തന്നെ പറഞ്ഞില്ലേ? പറഞ്ഞു. ഇത്രയുമൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും നീ കുട്ടമ്പിള്ളയെ കൊന്നില്ലെന്നാണോ പറയുന്നത്? കൊല്ലണമെന്നുണ്ടായിരുന്നു ഇന്നലെ വരെ. പക്ഷെ കുട്ടമ്പിള്ളയെ കൊന്നത് ഞാനല്ല. റാണിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതാണ് ഈ കത്തിയാണ് മുമ്പൊരിക്കൽ കുട്ടമ്പിള്ളയെ കാണിച്ചത്. ഈ കത്തി നിങ്ങളുടേതാണോ? അതെ. അപ്പോ ഈ കത്തി കൊണ്ടാണ് കുട്ടമ്പിള്ളയെ കുത്തിക്കുന്നത് അല്ലേ? ഞാൻ കൊന്നിട്ടില്ല സർ. നീ മുമ്പ് കേസ് പ്രതിയായിട്ടുണ്ടോ? ഉണ്ട്. ഒരു മോഷണ കേസിൽ 2 കൊല്ലത്തെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഷാജിയും കുട്ടമ്പിള്ളയും മുൻപിരുന്ന സബ് ഇൻസ്പെക്ടറും കൂടി മനഃപൂർവ്വം എന്ന കേസിൽ പ്രതിയാക്കിയതാണ്. നീ കുട്ടമ്പിള്ളയെ കൊന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവാണത്. ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പോൾ മര്യാദയായിട്ട് ചോദിച്ചാൽ നീ കുറ്റം സമ്മതിക്കില്ല. ശരി, ഇവനെ ലോക്കപ്പ് ചെയ്യൂ. മിസ്റ്റർ ദേവരാജൻ, ചാർജ് ഷീറ്റ് തയ്യാറാക്കണം. സാർ, ഞങ്ങൾക്കകത്തേക്ക് വരാമോ? വരൂ. എന്താ കാര്യം? ഈ മനുഷ്യനല്ല കുട്ടമ്പിള്ളയെ കൊന്നത്. കുട്ടമ്പിള്ളയെ റൗഡികളെ കൊണ്ട് കൊല്ലിച്ചത് എന്റെ ഭർത്താവാണ്. നിങ്ങൾ ആരാണ്? ഷാജിയുടെ ഭാര്യ. കുട്ടമ്പിള്ള ഷാജിയുടെ വലങ്കയായിരുന്നല്ലോ. ആയിരുന്നു. കുട്ടമ്പിള്ള അബദ്ധത്തിൽ മരിച്ചതാണ് സാർ. സേതുവിനെ കൊല്ലാൻ പോയ റൗഡികൾ ഇരുട്ടിൽ കിടന്ന കുട്ടമ്പിള്ളയെ സേതുവെന്ന് തെറ്റിദ്ധരിച്ചു കൊന്നതാണ്. എന്റെ ഭർത്താവും റൗഡികളുമായിട്ടുള്ള സംസാരം മുഴുവനും ഞാൻ കിടക്കറയിൽ നിന്ന് കേട്ടു. കൊച്ചുപിള്ള ചേട്ടാ, ഈ നിൽക്കുന്ന കൊച്ചുപിള്ള ചേട്ടനാണ് റൗഡികൾക്ക് കൂട്ടുപോയത്. നിങ്ങൾ സ്വന്തം ഭർത്താവിനെതിരായി ഇങ്ങനെ മുഴുവൻ കാരണം? ആ മനുഷ്യന്റെ ദ്രോഹപ്രവൃത്തികൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഞാൻ തകർന്നിരിക്കുകയാണ് സാർ. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. ഈ നിൽക്കുന്ന സേതു എന്റെ കൂടെ പഠിച്ചതാണ്. എന്റെ ഭർത്താവിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് ഞാനൊരു ദിവസം സേതുവിനെ പിന്തിരിപ്പിക്കുക പോലും ചെയ്തു. സത്യം പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. ബാക്കിയെല്ലാം കൊച്ചുപിള്ള ചേട്ടൻ പറയും. ശരി, നിങ്ങൾക്കിപ്പോൾ പോകാം. കൂടുതൽ വിവരങ്ങൾ തരേണ്ടി വരും. കുഞ്ഞെ, നിങ്ങൾ വിളിക്കണം. ചോദിക്കുന്നതിനെല്ലാം സത്യമായ മറുപടി പറയണം. എന്റെ പൊന്നു ഏമാമാരെ, എന്നെ രക്ഷിക്കണം. കൊച്ചുമലയാളി പറഞ്ഞതനുസരിച്ച് താൻ കൊല്ലാൻ പോയവരുടെ കൂടെ കാറിൽ പോവുകയും വഞ്ചിപ്പറ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്റെ കൊച്ചുമക്കൾ സത്യമായിട്ടും ഞാൻ നിരപരാധിയാണ്. മിസ്റ്റർ ദേവരാജൻ, കേസ് വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഷാജിയുടെ വീട്ടിലെ ഫോൺ നമ്പർ എത്രയാ? 3113. ഷാജി സ്പീക്കിംഗ്. ഞാൻ അങ്ങോട്ട് വരാം സാർ. ഉടൻ പുറപ്പെടുന്നു. കൊച്ചുമലയാളി വരുന്നു. ഏമാമാരെ, എന്നെ രക്ഷിക്കണം. ഒരക്ഷരം സംസാരിക്കാൻ നിന്നോണം. മിസ്റ്റർ ദേവരാജൻ, ഷാജിയുടെ പെരുമാറ്റങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളണം. സർ.
ഷാജിക്ക് എന്താ അയാളെ കണ്ടപ്പോ ഒരു പരിഭ്രമം? ഒന്നുമില്ല സാർ. ഇയാൾ എന്നെ കൊല്ലം നടന്ന ആളാണ്. ആ, ഷാജി ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ എന്താ കാര്യം? ഈ മനുഷ്യനല്ല കുട്ടമ്പിള്ളയെ കൊന്നത്. കുട്ടമ്പിള്ളയെ റൗഡികളെ കൊണ്ട് കൊല്ലിച്ചത് എന്റെ ഭർത്താവാണ്. നിങ്ങൾ ആരാണ്? ഷാജിയുടെ ഭാര്യ. കുട്ടമ്പിള്ള ഷാജിയുടെ വലങ്കയായിരുന്നല്ലോ. ആയിരുന്നു. കുട്ടമ്പിള്ള അബദ്ധത്തിൽ മരിച്ചതാണ് സർ. സേതുവിനെ കൊല്ലാൻ പോയ റൗഡികൾ ഇരുട്ടിൽ കിടന്ന കുട്ടമ്പിള്ളയെ സേതുവെന്ന് തെറ്റിദ്ധരിച്ചു കൊന്നതാണ്. എന്റെ ഭർത്താവും റൗഡികളുമായിട്ടുള്ള സംസാരം മുഴുവനും ഞാൻ കിടക്കറയിൽ നിന്ന് കേട്ടു. ഇനി കൊച്ചുപിള്ളയുടെ മൊഴി കേൾക്കണം. ഷാജി, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓ ജിജി, എന്താ ജിജി, എന്തിനാ കരയുന്നത്? കരയണ്ട, കാര്യം പറയൂ. വീട്ടിലെന്തെങ്കിലും വിശേഷം? എന്റെ ചേട്ടനെ ദേഹോപദ്രവം ഒന്നും ചെയ്യരുത്. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ചേട്ടൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചോട്ടെ, സഹിക്കാം. ലോക്കപ്പിലിട്ട് ഞാൻ ലോക്കപ്പിലിട്ട് ആരെയും ഉപദ്രവിക്കില്ല. അത്രയും മതി. അച്ഛനറിയാതെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മ പറഞ്ഞു വിട്ടതാ. പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വിഷമം തോന്നി. വീട് ചോദിച്ചറിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. അമ്മയോട് വേഗം ചെന്ന് പറയൂ, ചേട്ടനെ വിട്ടയച്ചു. നേരോ? നേരെ. ജിജിയുടെ സഹോദരനായതുകൊണ്ടല്ല വിട്ടത്, സേതുമാധവൻ കുറ്റം ചെയ്യാത്തത്. ഷാജിയാണ് കുട്ടമ്പിള്ളയെ കൊല്ലിച്ചത്. അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സന്തോഷമായോ? ജിജിയോട് കയറിയിരിക്കാൻ പറയുന്നില്ല. ഒരു പോലീസുകാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. എനിക്ക് കാപ്പി തന്നെങ്കിലും ജിജിക്ക് കാപ്പി തരാൻ നിവൃത്തിയില്ല. ഞാൻ തന്നെ ഉണ്ടാക്കും. പാചകം വലിയ പരിചയമില്ലാത്തതുകൊണ്ട് വളരെ താമസിക്കും. കാപ്പി വേണ്ട, ഞാൻ വേഗം പോയി അമ്മയോട് പറയട്ടെ. ശരി. പനിയായിട്ട് കിടന്നപ്പോ ഞാൻ പിടിച്ചു വലിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയത് കൊണ്ട് ഇപ്പോഴിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു. അതുകൊണ്ടല്ലേ എന്നെ ഫ്രീ ആയിട്ട് നിനക്കും കിട്ടുന്നിരിക്കുന്നത്. നീയും നിമ്മിയും കൂടെയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. നിമ്മിയുമായിട്ട് സ്നേഹമായിരുന്നു. സ്നേഹമായിരുന്നു, ഇപ്പോഴും സ്നേഹമാണ്. ആഹാ, വലിയ തന്റെ ഇടക്കാരിയായിട്ടും മുഖം വാടിയല്ലോ പെണ്ണെ. അതെ, എനിക്ക് വിഷമമില്ല. എന്നെ കാണുന്നതിന് മുൻപല്ലേ സ്നേഹിച്ചത്. ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു, പക്ഷെ ഒരിക്കലും പ്രേമിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ പ്രേമിച്ചതും പ്രേമിക്കുന്നതും നിന്നെയാണ്. നല്ലൊരു കാണും. ഇത് സാഹിത്യത്തിന്റെ നടന്നുമല്ല.